അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബി ഉമ്മയും തലാലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അറബി ഉമ്മ തലാലിനെ വിളിച്ചത്. മോനെ തലാൽ, ഓ ഉറങ്ങിപ്പോയോ മോനെ? ദാ ടൈമായിട്ടോ. ഏകദേശം 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യും. ആ ഉമ്മ, രാത്രി ആയതുകൊണ്ടേ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ആ എന്നാലും റിലാക്സ് ആയില്ലേ? നമ്മൾ സുബഹി നമസ്കാരത്തിന് ആ ഓക്കെ, ഒരു പക്ഷേ നമ്മൾ ഇറങ്ങിയിട്ടായിരിക്കും സുബഹി ബാങ്ക് കൊടുക്കുക. ഉമ്മ, നിങ്ങൾക്ക് സമാധാനമായില്ലേ? ആ മോനെ, ഇൻഷാ അല്ലാ നമുക്ക് ഇനി പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങ് ഉസ്താദ് നൂർ ഫാത്തിമയും താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു ഫ്ലാറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് പോവേണ്ടത്. ഉമ്മ, നല്ല സർപ്രൈസ് ആണല്ലോ. ആ മോനെ, എന്നാലെല്ലാം സെറ്റായിക്കോ. അങ്ങനെ അതാ കൃത്യം 5 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ അറബിയുമ്മയും തലാലും അവിടെ ലാൻഡ് ചെയ്യുന്നു. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുന്ന തിരക്കിൽ കസ്റ്റംസിൻ്റെ ആ ഒരു ഭാഗം എത്തിയപ്പോഴാണ് അറബിയുമ്മക്ക് അത് ഓർമ്മ വന്നത്. പടച്ചറബേ, ഇവിടെ വെച്ചാണല്ലോ എൻ്റെ നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥ വന്നത്. അല്ലാ, ഇതിൻ്റെ പിന്നിലെല്ലാം അത് മറ്റാരുമല്ല. ഇൻഷാ അല്ലാ അതിനൊക്കെ പടച്ച റബ്ബ് കൊടുത്തോളും. പിന്നെ അതിൻ്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കും ചെയ്യുവാനുണ്ട്. ഉമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നു? ഹേയ് ഇല്ല, ലഗേജ് കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകാം. അല്ലേ, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് എന്തൊക്കെ തന്നെയായാലും ആകാംക്ഷയോടെ നമ്മൾ നാട്ടിലെത്തുന്ന, എവിടെയായാലും ലാൻഡിങ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും യാത്രകൾ. അന്ന് എത്ര മണിക്കൂറാണാവോ അവരിവിടെ പിടിച്ചിട്ടത്, ഒരു കാര്യമില്ലാതെ. ഒരിക്കലും അറബിയുമ്മ കേരളത്തിലേക്ക് പോരുന്നത് മനാഫ് അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കെണി ഒപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതും വിദേശ വനിത ഇവിടെ വന്ന് തെറ്റ് ചെയ്യുന്നു എന്നറിയുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായി തീരും. എന്തൊക്കെ തന്നെയായാലും മനാഫ് ഇതറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അവൻ കെണിയൊപ്പിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ അറബിയുമ്മ അത് പറയാനും കൂട്ടാക്കിയിരുന്നില്ല. ആ മോനെ, അതാ ലഗേജ് എടുത്തോളൂ. അവർ രണ്ടുപേരും അതാ ആ ട്രോളി ഉന്തിക്കൊണ്ട് നേരെ എയർപോർട്ടിന് പുറത്തേക്ക്. ഒരുപാട് കേരളക്കാരെ അറബിയുമ്മ കണ്ട നിമിഷങ്ങൾ. തലാൽ, നമ്മുടെ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ അറബികളായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ തികച്ചും വ്യത്യസ്തമായി അല്ലേ, കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം? അതെ ഉമ്മ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഒരു മഴയുടെ സീസണാണ്. അതുകൊണ്ട് തന്നെ ആ മോനെ, നീ കാണുന്നില്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പാവം, പ്രവാസത്തിലേക്ക് വേണ്ടി വന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവരുടെ കുടുംബത്തിൽ ചെന്നണയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പല പ്രവാസികളും വളരെയധികം സങ്കടത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. സത്യം പറഞ്ഞപ്പോൾ അറബിയുമ്മക്ക് ആ ഒരു ദയനീയ കാഴ്ച കണ്ട് വല്ലാതെ അങ്ങ് കരളലിഞ്ഞു പോയി. പടച്ചറബേ, ഞങ്ങളുടെ അടുക്കലേക്കാണല്ലോ ഇവരൊക്കെ ജോലിക്ക് വേണ്ടി വരുന്നത്. എൻ്റെ കമ്പനിയിൽ തന്നെ എത്രയെത്ര ആളുകൾ. പക്ഷേ എൻ്റെ കമ്പനിയിലുള്ളവരെ ഒരിക്കലും ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടില്ല. കാരണം പടച്ച റബ്ബ് എല്ലാം ചോദ്യം ചെയ്യും. എല്ലാം കണ്ടും കേട്ടിരിക്കുന്ന പടച്ച റബ്ബുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും റബ്ബേ ഇതുവരെ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കമ്പനിയിലേക്ക് ആര് ജോലിക്ക് വരികയാണെങ്കിലും അവർക്ക് അനുസരിച്ചുള്ള അതിനപ്പുറത്തേക്കുള്ള സാലറിയും കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട്. അത് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പലരും ഇപ്പോഴും എക്സിറ്റ് അടിച്ച് പോയിട്ടില്ല. കാരണം അൽഹംദുലില്ലാ, അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരെ ഉംറയ്ക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം, അതിനെല്ലാം എല്ലാ വർഷവും ഞാൻ കൂടുതലായിട്ട് ഉത്സാഹം കാണിച്ചിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വർഷവും ഈ പ്രാവശ്യത്തിലേറെ ആളുകളെ കൊണ്ടുവരണം എന്ന് ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുപാട് സ്റ്റാഫുകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ ആഗ്രഹം ഉണ്ടാവും, പരിശുദ്ധമായ ഉംറ നിർവഹിക്കണം, മുത്ത് ഹബീബിൻ്റെ റൗദ ഷെരീഫിൽ പോയി സലാം പറയണം എന്നൊക്കെ. ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിലെ ആഗ്രഹങ്ങളെല്ലാം മൂടിവെച്ച എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. എങ്കിലും നിരന്തരം
അള്ളാഹുവിനോടവർ ദുആ ചെയ്യുന്നുണ്ടാവും. പടച്ച റബ്ബേ, ഒരിക്കലെങ്കിലും നിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫ് അവിടെ വന്ന് ഉംറ ചെയ്യണം. അതുപോലെ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് പറയണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയണം. അതൊക്കെ എത്രയോ കുടുംബങ്ങളുടെ അടങ്ങാനാവാത്ത ഓരോ ആഗ്രഹമായിരിക്കും. അൽഹംദുലില്ലാ, ഇതുവരെയായിട്ട് എനിക്ക് ഒരുപാട് ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഈ പാവപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രവാസികളായ അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ ആങ്ങളമാരെ, അവരുടെ പിതാക്കന്മാരെ നോക്കി കാത്തിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് പൊള്ളുന്നു. റബ്ബേ, എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരൊക്കെ വരുന്നത്. കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. ബാക്കിയുള്ളത് സാധനങ്ങൾ വാങ്ങി മക്കളെയും ഉമ്മയെയും ഭാര്യയെയും സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. റബ്ബേ, ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്ക് ഇഷ്ടം പോലെ നമ്മൾ വാരിക്കോരി കൊടുക്കണം. കാരണം അറബികളെന്ന് വെച്ചാൽ എല്ലാവരും അത്യാവശ്യം സമ്പത്തുള്ളവരാണ്. ആ സമ്പത്തിൽ നിന്ന് കൈയഴിച്ച് സഹായിക്കുക തന്നെ വേണം. എങ്കിലാണ് ഈ പാവപ്പെട്ടവരൊക്കെ ഒന്ന് കരകയറുകയുള്ളൂ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കമ്പനിയിൽ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ്. ഗൾഫിലേക്ക് വന്നിട്ട് ഒരു 4-5 വർഷം ജോലി ചെയ്യുക, അതിനിടയ്ക്ക് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് അവർക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കുക, സ്ഥലം വാങ്ങുക, വീട് വെക്കുക, പിന്നെ മക്കളെ കല്യാണം കഴിക്കാനുള്ളവർക്ക് അതുപോലെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം സമ്പാദിക്കുക. എന്നിട്ട് നാട്ടിലൊരു സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ എന്തൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് സമ്പാദിക്കുക. എന്നിട്ട് ഇവിടെ നാട്ടിൽ അവരുടെ കൂടെ ജീവിക്കുക, ഫാമിലിയുടെ കൂടെ. അതാണ് എനിക്കിഷ്ടം. പക്ഷേ പലരും എൻ്റെ കമ്പനിയിൽ ജോലിയായവരൊക്കെ ഒരിക്കലും അവർ തിരിച്ചു പോരുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെന്നോട് പറയും, അറബിയുമ്മ ഇവിടെ നിൽക്കുമ്പോൾ റാഹത്താണ്, വല്ലാത്തൊരു ബർക്കത്താണ്, പിന്നെ ഇടയ്ക്കിടെ ഞങ്ങൾ ഫാമിലിയും കൊണ്ടുവരാലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞോളാം. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് നിറയും. പടച്ച റബ്ബേ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ അല്ലാ, അത് നിൻ്റെ അനുഗ്രഹം മാത്രമാണ്. നീ തന്നതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും ഞാൻ നൽകുന്നത്. പഠിച്ചോനെ, എന്നെക്കുറിച്ച് യാതൊരു രീതിയിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായിരിക്കണം. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഹാപ്പി ആയിരിക്കണം. അവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നേടുവാനുള്ള ക്യാഷ് കൊടുക്കണം. ഒരിക്കലും ക്യാഷില്ല എന്നതിൻ്റെ പേരിൽ ആരും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മ, എല്ലാം ഇവിടെ ഇങ്ങനെ നിന്ന് ആലോചിക്കണോ? എന്താ മോനെ? ആ ഒരു ദയനീയ രംഗം കണ്ടപ്പോൾ ഉമ്മ, നമുക്ക് ടാക്സി പിടിച്ച് പോകാം. അല്ല മോനെ, എനിക്ക് ഈ ദയനീയമായ കാഴ്ച കണ്ടപ്പോഴേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാവരും അവർ ലഗേജുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അവരെ സ്വീകരിക്കാൻ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും മക്കളും ഭാര്യയും ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ രംഗം, പല പിതാക്കന്മാരും മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. സത്യം പറഞ്ഞപ്പോൾ അതെല്ലാം കണ്ടിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ പതറുന്നു. ഉമ്മ, ഇനി നിങ്ങളിവിടെ നിർത്തിയാൽ ശരിയാവില്ല, വരി നമുക്ക് പോകാം. അല്ല മോനെ, പാവങ്ങളാണ് പ്രവാസികൾ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആളുകൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അവർ അവരുടേതായ രീതിയിൽ പഠിച്ച് ജോലിയൊക്കെ നേടി ചെയ്യുന്നവർ, അവർക്ക് കുഴപ്പമില്ല. അല്ലാതെ പാവപ്പെട്ട ഈ കൂലിപ്പണിക്കാരായ പ്രവാസികളെ പോലുണ്ടവരില്ലല്ലോ, അവരെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നത്. അവിടുത്തെ ഒരു സ്ഥിതിഗതികളെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഉമ്മ, നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കമ്പനിയിലെ ഉമ്മ നല്ല രീതിയിൽ തന്നെ സാലറിയും കാര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. പോരാത്തിന് അവർ ഫാമിലിയെ ഉംറക്ക് വരെ കൊണ്ടുവരാനും സിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ മോനെ, എല്ലാവർക്കും അങ്ങനെയൊക്കെ കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പല അറബികളുടെ കീഴിലും ജോലി ചെയ്യുന്നവർ അത് സാരമില്ലമ്മ, അത് അവരുടെ വിധിയൊക്കെ അങ്ങനെയായിരിക്കും. മോനെ, ഒരുപാട് ആളുകളെ രക്ഷിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ മറ്ററബികളെ ഉമ്മയോട് ശത്രുത വെക്കൂട്ടോ. കാരണം നല്ല സാലറിയിൽ കുറഞ്ഞ ജോലി നൽകുന്ന ഒരു അറബി ഉമ്മ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മോനെ, എന്നാലും പടച്ചൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുമല്ലോ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിജാബ് ധരിച്ച ഒരു അറബിച്ചിയും
അറബിച്ചിയുടെ കൂടെ സുന്ദരനായ ഒരു അറബിയെയും കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ടായിരുന്നു. പ്രവാസികളെ സ്വീകരിക്കാൻ വന്ന എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ശരിക്കും തലാലിന് വരെ നാണം വരുന്നു. മോനെ തലാൽ, നിന്നെ തന്നെ ഇതാ കുറേ പെൺകുട്ടികൾ നോക്കുന്നു. ആ മലയാളി പെൺകുട്ടികൾ തലാലിനെ നോക്കിക്കൊണ്ട് ഓരോന്ന് പറയുകയാണ്. എടി, ഇതുപോലെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? നീ എത്ര ഭംഗിയാലേ. അറബിയാണ്, അത് ഒമാനിയാണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല, എന്തൊക്കെ തന്നെയല്ല അറബി തന്നെ, നല്ല ഭംഗിയിലേ. ആ പെൺകുട്ടികൾ അടക്കം പറയുന്നത് അതാ അറബിയമ്മ ശ്രദ്ധിക്കുന്നു. തലാൽ, അതാ ആ കൂട്ടം പെൺകുട്ടികൾ, അത് അവർക്ക് നിന്നെ അങ്ങ് പിടിച്ചിട്ടെന്ന് തോന്നുന്നു. ഉമ്മ. തലാലെ പെട്ടെന്ന് മുഖം മാറ്റി അവിടെ നിന്ന് ഉമ്മയുടെ ഒരു ഭാഗത്തായി നിന്നു. ഉമ്മ, ടാക്സി. ആ മോനെ, സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ മനസ്സിലങ്ങ് കയറി കൂടി. ഈ ഒരു കേരളത്തിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴേ എന്തൊക്കെയോ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉള്ളതുപോലെയൊക്കെ അനുഭവപ്പെടുകയാണ്. ഉമ്മ, അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം അതാണ് നമുക്ക് വേണ്ടത്. ഉമ്മ പെട്ടെന്ന് തന്നെ ടാക്സി. ആ മോനെ, ഓക്കെ. അതായത് നമ്മളെല്ലാ സ്ഥലത്തെത്തുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ദയനീയ രംഗം, അതായത് ഒന്നുമല്ല, എല്ലാവരും ആ ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണല്ലേ. ഉമ്മ 2 വർഷം കഴിഞ്ഞൊക്കെ വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം വരാതിരിക്കുമോ? മോനെ, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ അങ്ങ് ഫീലായിപ്പോയി. എനിക്ക് തോന്നുകയാണ് കേരളത്തിൽ തന്നെ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു സ്ഥാപനം എങ്ങാനും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അറേബ്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതായത് അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാലോ. ഉമ്മ, അത് പലർക്കും ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകൾക്ക് ഇഷ്ടം ഗൾഫിൽ പോയി ജീവിക്കുന്നതായിരിക്കും. എന്നാൽ ചില ഫാമിലികൾക്കും അതുതന്നെയായിരിക്കും ഇഷ്ടം. ചില ഭാര്യമാർക്ക് വരെ അതായിരിക്കും ഇഷ്ടം. കാരണം ഭർത്താവ് വിദേശത്ത് പോയി ഒരുപാട് സമ്പാദിക്കണം എന്നുള്ളവരും ഉണ്ടാകും, പണത്തെ മാത്രം സ്നേഹിക്കുന്നവർ. ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ. അതിനു മുമ്പായിട്ട് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ പോകാം. പിന്നെ തിരക്കിട്ട് അത്ര അങ്ങ് ഫ്ലാറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അറബികളെയൊക്കെ കാണുമ്പോഴേ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അധികം ഒരു നോട്ടമായിരിക്കും. നീ ശ്രദ്ധിച്ചോ? ആ ഉമ്മ, ഞാൻ ശ്രദ്ധിച്ചു. ശരിക്കും ഉമ്മയെ വല്ലാതെ അറിയില്ല. കാരണം ഉമ്മ ആകെ നിക്കാബ് ധരിച്ചുകൊണ്ട് സെറ്റായതുകൊണ്ട് ഒന്നും അറിയില്ല. പക്ഷേ ഈ അറബിക് ഡ്രസ്സിൽ ശരിക്കും തന്നെ എല്ലാവരും പ്രത്യേകമായിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. മോനെ, അതിന് പല ആളുകൾക്കും ഇഷ്ടമായിരിക്കും അറബികളെ. മലയാളികൾക്ക് പ്രത്യേകിച്ച് അറബികൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിപ്പോൾ അത് സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ആരും എയർപോർട്ടിൽ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാകും? നാഫി ഉസ്താദിൻ്റെ ഫാമിലിയൊക്കെ അറിഞ്ഞാൽ പറയണ്ട. എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ റൂമിലേക്ക് പോകാം. അത്ര ധൃതിയില്ലല്ലോ, ആരും നമ്മളെ കാത്തു നിൽക്കാനില്ലല്ലോ. ഉണ്ടാവും, അറിയിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇത് അറിയിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നോ പ്രോബ്ലം. അറബിയുമ്മയും തലാലും നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ കയറി. സ്ത്രീകളുടെ ഭാഗത്തേക്ക് അറബിയുമ്മ പോയി. ഉളൂഹ് ചെയ്യുവാൻ വേണ്ടി ആ നിഖാബും മുഖമക്കനെയും അവർ അഴിക്കുന്നു. പെട്ടെന്ന് അവിടെ നിസ്കരിക്കാൻ വന്നവരൊക്കെ അറബിയമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു അന്യപുരുഷനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവരുടെ മുഖവും കൈകളും അതെല്ലാം കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. അതെ, ചുവന്നു തൊടുത്ത ആ ഒരു അറബിയമ്മയുടെ മുഖം ശരിക്കും അവർ നോക്കിക്കൊണ്ടിരുന്നു. ഉളൂഹ് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും അറബിയമ്മയോട് സലാം പറഞ്ഞു. അറബിയമ്മ തിരിച്ചു. അവർക്കെല്ലാം മനസ്സിലായി അത് അറബിച്ചിയാണ് തന്നെ. എല്ലാവരും അവർക്ക് വേണ്ടി നിസ്കരിക്കുവാനുള്ള സൗകര്യമെല്ലാം ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ശുക്രൻ ശുക്രൻ. എല്ലാവരും അറബിയമ്മയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അവരോടായി അവർ സംസാരിച്ചു. പക്ഷേ അറബിയമ്മക്ക് കുറച്ചൊക്കെ മലയാളം അറിയുന്നത് കൊണ്ട് തന്നെ അവർ അറബിയിൽ ചോദിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറബിയമ്മ പറഞ്ഞു, മലയാളം എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്നുള്ളത്. അവരിതാ എല്ലാവരും കൂടി ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് എന്തിനു വന്നതാണ്? ചികിത്സക്ക് വന്നതാണോ? അതോ ഹേയ് അല്ല, എൻ്റെ ഒരു മോളുണ്ട് ഇവിടെ, മോളെ കാണുവാൻ വേണ്ടി വന്നതാണ്. അറബിയമ്മ പറഞ്ഞു. മോളോ? അത് ഇങ്ങോട്ടാണോ കല്യാണം കഴിച്ചത്? അതെ, അവളിപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ വരാറുണ്ടോ ഇങ്ങോട്ട്? ഇല്ല, ഞാനവളെ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും അറബിയമ്മയുടെ അടുക്കൽ നിന്ന് പോകുന്നേയില്ല. എല്ലാവരും ആകാംക്ഷയോടെ അറബിയമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസാരമെല്ലാം കഴിഞ്ഞ് അറബിയമ്മ അതാ നിഖാബ് കെട്ടുന്നു. എൻ്റെ മകൻ തലാലവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അറബിയമ്മ അതാ
അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ആ പള്ളിയിൽ അറബിയമ്മയോട് സംസാരിച്ച അവർക്കൊക്കെയായിട്ട് അറബിയമ്മ തൻ്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് നൽകുന്നുണ്ട്. ശരിക്കും നല്ല ഒറിജിനാലിറ്റി അറബിക് സ്മെല്ലുള്ള അത്തർ. അതുമാത്രമല്ല അതിൽ കുറച്ച് കരുതിയിരുന്ന ചോക്ലേറ്റ്സും അവരുടെ കൈകളിൽ കൊടുക്കുന്നു. അവർക്ക് വളരെയധികം സന്തോഷമായി. അതിലൊരു പാവപ്പെട്ട സ്ത്രീയത അറബിയമ്മയുടെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ ഭർത്താവിനെ ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് വീടുമില്ല, വാടകയ്ക്കാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ 3-4 പെൺകുട്ടികളുമാണ്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത് അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ആയാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂലിപ്പണിക്കാരനായ അദ്ദേഹത്തിന് വല്ലപ്പോഴും പണി ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അറബിയമ്മ അവരോടായിട്ട് പറഞ്ഞു, അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനോട് നമ്മൾ എന്തും പടച്ച റബ്ബിനോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇറക്കിത്തരും. പടച്ച റബ്ബ് ഹയറാക്കട്ടെ. അറബിയമ്മ തൻ്റെ ബാഗ് നോക്കിയപ്പോൾ പക്ഷേ ആ ഒരു കറൻസിയൊന്നും ഇവിടെ പറ്റില്ലല്ലോ. അറബിയമ്മ അവരുടെ ഫോൺ നമ്പർ തരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ എന്തോ അറബിയമ്മ കൊടുക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ഒക്കത്ത് ഒരു കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അറബിയമ്മ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവിടുത്തെ സിം എടുക്കേണ്ടി വരും. തലാൽ വിളിക്കുന്നുണ്ടാവും, വിളിച്ചാൽ കിട്ടില്ലല്ലോ. അവരോടെല്ലാം യാത്ര പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് അറബിയമ്മ ഇറങ്ങി. തലാൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മ, എന്താ ഇത്ര നേരം വൈകിയത്? എൻ്റെ പൊന്നുമോനെ, അവിടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നേ. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഒരുത്തിയുടെ ഒരു നമ്പർ വാങ്ങിയിട്ടുണ്ട്. മോനെ കുറച്ച് പ്രയാസത്തിലാണ് തോന്നുന്നുണ്ട്. ഉമ്മ അപ്പോഴേക്കും തുടങ്ങിയോ? മോനെ, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണം. അതായത് അവർ എയർപോർട്ടിലേക്ക് ഭർത്താവിനെ കയറ്റി അയക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് തന്നെ ഒരു പാവം സ്ത്രീയെ, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്വന്തമായൊരു വീട് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാമ്പത്തിക ശേഷി ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പറഞ്ഞയച്ചത് എന്നൊക്കെ എന്നോട് അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ നമ്പർ വാങ്ങി. മോനെ, പറ്റുമെങ്കിൽ അവർക്ക് അതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഫോൺ നമ്പർ ഉണ്ടല്ലോ, പ്രശ്നമല്ല. വിളിച്ചാലും മെസ്സേജ് അയച്ചാലും കിട്ടും. ഇനിയിപ്പോൾ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. കാരണം ഒരാളെങ്കിലും നമ്മളെ കൊണ്ട് രക്ഷപ്പെട്ടാൽ അത് വലിയൊരു ഭാഗ്യമല്ലേ. അവർ ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് അതാ അപ്പുറത്തേക്കുള്ള ആ ഹോട്ടലിലേക്ക് പോകുന്നു. ശരിക്കും അറബിയും അറബിച്ചിയും വരുന്നത് കണ്ടു തന്നെ ആ ഹോട്ടലിലെ ആളുകൾ പ്രത്യേകമായി അവർക്ക് സൗകര്യമൊരുക്കി അവരെ സ്വീകരിക്കുകയാണ്. കേരള ഫുഡ്. ഉമ്മ, കേരള ഫുഡായിരിക്കും കേട്ടോ, അറബിക് ഫുഡൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ ടൈം ആയിട്ടുണ്ടാവില്ല. മന്തി ഐറ്റംസൊക്കെ മോനെ എന്നുണ്ടല്ലോ നമ്മൾ അറബിക് ഫുഡ് കഴിക്കുന്നു. ഇന്ന് നമുക്ക് കേരള ഫുഡ് കഴിക്കാം. ആ ഹോട്ടലിൽ അതാ നെയ്റോസ്റ്റും ഇഡ്ഡലിയും ആ ഐറ്റംസിലുള്ള സംഭവങ്ങളൊക്കെയുണ്ട്. അതുപോലെ പൊറോട്ട അങ്ങനെയുള്ളത്. നെയ്റോസ്റ്റ് ആ പൂവ് പോലെ കൊണ്ടുവന്ന് വെക്കുന്ന ആ രംഗം തലാലിനെ വല്ലാതെ അങ്ങ് പിടിച്ചു. ഉമ്മ, അത് ഓർഡർ ചെയ്താലോ? പെട്ടെന്നവർ നെയ്റോസ്റ്റ്, ഇഡ്ഡലി, ദോശ, പൊറോട്ട എന്ന് പറഞ്ഞു വന്നു. തലാലിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അറബിയമ്മ പൊറോട്ടയും ഓർഡർ ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ട കേരള കറി, ഗ്രീൻ പീസ്, മുട്ടക്കറി, അതുപോലെ ബീഫ്, ചിക്കൻ, ഫിഷ് എന്നുള്ള ഐറ്റംസൊക്കെ വന്ന് പറഞ്ഞു. ഹോട്ടലിൽ അവരെ കണ്ടവരെല്ലാം അവരുടെ അടുക്കലേക്ക് വന്ന് സലാം പറയുകയാണ്. ഉമ്മ, എവിടെ ചെന്നാലും ഫാൻസ് കൂടുതലാട്ടോ, അറബികളായതുകൊണ്ടേ. മോനെ, അതുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ അറബികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, നിനക്കറിയോ? അതെന്തോ ഉമ്മ? കാരണം നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് നാട്ടിലാണല്ലോ ജീവിച്ചതും വളർന്നതും മരണപ്പെട്ടതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹുമാനം കൂടി ചില ആളുകൾക്കുണ്ടാവും. അങ്ങനെയും വരും. പ്രത്യേകിച്ച് നമ്മൾ മദീനക്കാരാണെന്നറിയുമ്പോൾ അവർ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും. മാഷാ അല്ലാ. പെട്ടെന്ന് അതാ ഫുഡുകളെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നു. പലരും തലാലുമായി ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അറബിയമ്മയുടെയും തലാലിൻ്റെയും ഫുഡിൻ്റെ ക്യാഷ് കൊടുക്കാൻ എല്ലാവരും തിരക്ക് കൂടുകയാണ്. ഹേയ് വേണ്ട, അറബിയമ്മ പറഞ്ഞു. മലയാളം അറിയുമോ? ആ, അൽഹംദുലില്ലാ, കുറച്ചൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്. അതായത് മലയാളികളുടെ ഇടയിൽ ഇടപഴകേണ്ട അവസ്ഥയുണ്ടേ. എൻ്റെ മെയിനായിട്ടുള്ള മാനേജർ ഒരു മലയാളിയാണ്. ശരിക്കും മലയാളം സംസാരിക്കുന്ന അറബിയമ്മയെ കണ്ടപ്പോൾ അവർക്കൊക്കെ ശരിക്ക് അത്ഭുതം തോന്നി. ഓരോ വഴികളും ഇതൊക്കെ ചോദിച്ചറിഞ്ഞു അറബിയമ്മ. നാഫി ഉസ്താദ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന്
തികച്ചും ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ആ ഫ്ലാറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും അതാണ് കിട്ടിയത്. എല്ലാവരും വന്ന് സലാം പറയുന്നു. പലരും അവരുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. മോനെ, നമുക്ക് പെട്ടെന്ന് വിടുകയായിരിക്കും നല്ലത്. ആ ഉമ്മ, ലഗേജ് എല്ലാം നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് സെറ്റാക്കാം. ടാക്സി വിളിച്ച് ലഗേജ് എല്ലാം അവരതിൽ കയറ്റി നേരെ അവർ യാത്ര പോവുകയാണ്. നൂർ ഫാത്തിമയും ഉസ്താദും താമസിക്കുന്ന ആ ഭാഗത്തുള്ള ആ ഫ്ലാറ്റിലേക്ക്. ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറന എന്ന് ചൊല്ലിക്കൊണ്ട് അറബിയുമ്മയും തലാലും വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അറബിയുമ്മ ചോദിച്ചു, മോനെ തലാൽ, നീ നേരത്തെ പറഞ്ഞല്ലോ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് എന്തായിരുന്നു? ഉമ്മി, അത് പ്രവാസിയുടെ ഒരു അനുഭവമായിരുന്നു. എന്താണ് തലാൽ, പറയൂ. ഉമ്മി, അത് ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതായത് നടന്ന സംഭവം തന്നെയാണ്. ആ അനുഭവം ഉണ്ടായ അറബിയുടെ പിതാവ്, അതായത് എൻ്റെ സ്നേഹിതൻ്റെ ഉപ്പയാണ്. ഞാൻ ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് പറയാം. അതറിയുമ്പോൾ ശരിക്കും നമ്മൾ സങ്കടപ്പെടും. മോനെ തലാൽ, നീ പറയേ. കാരണം ഒരുപാട് പ്രവാസികളെ നമ്മൾ കണ്ടു. അതിൽ പാവപ്പെട്ട വേദനിപ്പിക്കുന്ന രംഗങ്ങളുള്ള പല ആളുകളെയും നമ്മൾ കണ്ടു. പലർക്കും പല അനുഭവമായിരിക്കും. ഉമ്മ, ഇത് തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ നാട്ടിൽ നിന്ന് പോയ ഒരു ചെറുപ്രായക്കാരനായ യുവാവ് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന അവസ്ഥ. വളരെ ചെറുപ്പത്തിൽ തന്നെ പാസ്പോർട്ട് എടുത്ത് അവരതാ മരുഭൂമിയിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയാണ്. കുടുംബം പോറ്റാൻ വേണ്ടി, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. മോനെ, എന്നിട്ട്? ഉമ്മ, അതൊരു വലിയ സംഭവമാണ് അത്. എന്നാൽ മോന് പറയേ. തലാൽ അറബിയുമ്മയുടെ ആ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ഇൻഷാ അല്ലാ തലാൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നാളത്തെ സ്റ്റോറിയിൽ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.